ശൈക്ഷണിക ജീവിതത്തിലെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് ഒട്ടും അതിശയോക്തി കൂടാതെ പറയാനാവും. നിരന്തരമായ അന്വേഷണങ്ങളുടെ ഒരു കാലമായിരുന്നു അത്. അതിൽ ഒരുപാട് പേർ പങ്കാളികളായ ഒരു കാലമായിരുന്നു എന്നത് സത്യമാണെങ്കിലും അതിൽ തെളിഞ്ഞു നിന്ന അതിതീക്ഷ്ണമായ തീക്ഷ്ണ കൊണ്ട്, അതീവ വ്യക്തമായ വീക്ഷണങ്ങൾ കൊണ്ട്, സുതാര്യമായ ഭാഷ കൊണ്ട് വ്യത്യസ്തനായി നിന്നിരുന്ന ഒരാളായിരുന്നു മുരളി. അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളാണ് എന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ വിസ്മയകരമായി തോന്നാം. ഒരുപക്ഷെ വിസ്മയകരമായി തോന്നുകയുമില്ല. കാരണം അത്രയും ആഴത്തിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രം, അത് കേരളത്തിലും ഇന്ത്യയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭീകരത അദ്ദേഹത്തെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. ക്രമേണ ആ പ്രത്യയശാസ്ത്രത്തിൽ നിറഞ്ഞു നിന്ന വിഷത്തിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന് സ്വയം വിമോചിപ്പിച്ച് പുതിയ ശൈക്ഷണികമായ അന്വേഷണങ്ങളിലേക്ക് കടന്നു ചെന്ന ഒരു ധീരപ്രതിഭയായിരുന്നു മുരളി. അദ്ദേഹം ഏതെങ്കിലും ഒരു സവിശേഷമായ മാർക്സിസ്റ്റ് കക്ഷിയുടെയോ സവിശേഷമായൊരു മാർക്സിസ്റ്റ് വകഭേദത്തിൻ്റെയോ വക്താവ് എന്നതിനേക്കാൾ നിരന്തരമായി എന്താണ് യഥാർത്ഥമായ ഇടതുപക്ഷം എന്ന് അന്വേഷിച്ചിരുന്ന, മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ഓരോ ദശാബ്ദത്തിലും വന്നുകൊണ്ടിരുന്ന പരിണാമങ്ങളെ ക്ഷമാപൂർവം, ബുദ്ധിപൂർവം പിന്തുടർന്നു പോന്നിരുന്ന അപൂർവം ചില ആളുകളിൽ ഒരാളായിരുന്നു. പല പാർട്ടി നേതാക്കളും പാർട്ടി അംഗങ്ങളുമെല്ലാം തങ്ങളേതോ കാലത്ത് വായിച്ച മാർക്സിസ്റ്റ് ക്ലാസിക്കുകളിൽ തറഞ്ഞു കിടന്നപ്പോൾ തൻ്റെ കാലത്തോട് മാർക്സിസത്തിന് എന്താണ് പറയാനുള്ളത്, അതിന് ഇന്ത്യയിൽ എന്താണ് ചെയ്യാൻ കഴിയുക, ഇന്ത്യക്ക് സാധ്യമായ പ്രസക്തമായ ഒരു മാർക്സിസത്തിൻ്റെ വകഭേദം സാധ്യമാണോ, ഇതെല്ലാം നിരന്തരമായി അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു മുരളി. അന്നുവരെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒടുങ്ങും വരെ ഈ അന്വേഷണം അദ്ദേഹം തുടർന്നുകൊണ്ട് ഇരിക്കുകയും ചെയ്തു. ആ ചെറുപ്പക്കാരനുമായി, എന്നെ സംബന്ധിച്ച് ഇന്നും അദ്ദേഹത്തിൻ്റെ ബിംബം ഒരു ചെറുപ്പക്കാരൻ്റേതാണ്. ആ ചെറുപ്പക്കാരനുമായി ഇടപെടാൻ കഴിഞ്ഞ ദിവസങ്ങളുടെ നല്ല ഓർമ്മകൾ, പലപ്പോഴും ഉറക്കമൊഴിച്ചിരുന്ന രാത്രികളുടെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ടാണ് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നത്. ഇന്ത്യ എന്ന ആശയം എന്നത് വളരെ ബൃഹത്തായ ചർച്ചകൾക്ക് വിധേയമാകാവുന്ന, അനന്തമായി നീണ്ടുപോകാവുന്ന ചർച്ചകൾക്ക് കാരണമാകാവുന്ന ഒരു വിഷയമാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ ഹ്രസ്വമായ ഒരു ആമുഖം മാത്രമായിരിക്കും ഞാനിവിടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അഥവാ ആശയങ്ങൾ. ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം, അതിനെ നിർവചിക്കുന്ന സ്വഭാവം, അതിൻ്റെ ബഹുസ്വരതയാണ് എന്ന് പറയാം. അനേകം സംസ്കാരങ്ങൾ, പ്രാദേശികമായ ജീവിത രീതികൾ, ഭക്ഷണരീതികൾ, ചിന്താരീതികൾ, സാഹിത്യത്തിൻ്റെയും കലയുടെയും അനേകം രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ, അനേകം മതങ്ങൾ, വാസ്തുശില്പം മുതൽ വാസ്തുശില്പവും ചിത്രകലയും മുതൽ കവിതയും കഥയും ഒക്കെ വരെ ഉള്ള സാഹിത്യത്തിൽ മുഴുവൻ അത് കൊണ്ടുവന്നിട്ടുള്ള
വൈവിധ്യങ്ങൾ, ഇവയെല്ലാം ചേർത്തുകൊണ്ടല്ലാതെ ഇന്ത്യയുടെ ഒരു ഏകദേശ ചിത്രം നമുക്ക് വരയ്ക്കുക സാധ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ബഹുസ്വരത ഇന്ന് പ്രധാനമാകുന്നത്, പ്രസക്തമായ ഒരു ചർച്ചാ വിഷയമാകുന്നത്, അത് ഏറ്റവും രൂക്ഷമായി വെല്ലുവിളിക്കപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഏകശിലാരൂപമായ ഒരു ഇന്ത്യയെ നിർമ്മിക്കാനുള്ള പരിശ്രമം അതിൻ്റെ മൂർധന്യത്തിൽ, വിജയത്തിൻ്റെ വക്കിൽ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള മൂർധന്യത്തിൽ എത്തിയ ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നാം ഈ ബഹുസ്വരതയെക്കുറിച്ച്, ഈ സംസ്കാര ബഹുത്വത്തെക്കുറിച്ച്, ചിന്താബഹുത്വത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ ചില വശങ്ങളെല്ലാം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യ എന്ന ആശയം എന്ന ശീർഷകം തന്നെ എത്രമാത്രം ചർച്ചകൾക്ക് വിധേയമാകാം എന്ന് ഒരുപക്ഷെ നമുക്ക് സംശയിക്കാം. ഇന്ത്യ എന്ന ഒരാശയമുണ്ടോ? അനേകം ഇന്ത്യകളില്ലേ? ഇന്ത്യ എന്ന അനേകം ആശയങ്ങളില്ലേ? ആ ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ലേ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്, അഥവാ എല്ലാ കാലത്തും ഇന്ത്യയിൽ നടന്നു പോന്നിരുന്നത് എന്ന ചോദ്യം അങ്ങേയറ്റം പ്രസക്തമാണ്. ഞാനിവിടെ ഇന്ത്യ എന്ന ആശയം എന്ന ശീർഷകം കൊണ്ട് ഉദ്ദേശിച്ചത് അത് എന്തായിരിക്കണം ഒരുപക്ഷെ ഇന്ത്യ എന്ന നമ്മുടെ സങ്കല്പത്തെ സൂചിപ്പിക്കാൻ ആണ്. നമ്മുടെ രാഷ്ട്രത്തെ നിർമ്മിച്ചു എന്ന് തന്നെ പറയാവുന്ന ആളുകൾ, അത് ഗാന്ധിയാകട്ടെ, അംബേദ്കർ ആകട്ടെ, നെഹ്റു ആകട്ടെ, ആ കാലത്തെ പ്രതിഭാശാലികളും തൃഷ്ണാശാലികളുമായ ചിന്തകരും പ്രവർത്തകരുമാകട്ടെ, അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഇന്ത്യ എന്തായിരുന്നു? ആ ഇന്ത്യക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ഇതൊരു വളരെ സുദീർഘമാകേണ്ട അന്വേഷണമാണ്. ആ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ ചില ചുവടുകൾ വയ്ക്കുക മാത്രമാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന്, എങ്ങനെയാണ് ഈ ഇന്ത്യ എന്ന ആശയം നമ്മുടെ നാനാത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത് എന്നും ആ നാനാത്വം എങ്ങനെയാണ് സർഗാത്മകമായി ഇന്ത്യയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും ഈ കാര്യങ്ങളിൽ നിന്നാണ് ഒരുപക്ഷെ നമുക്ക് ആരംഭിക്കാൻ കഴിയുക. ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് ഒരു ഉത്ഗ്രഥിത സംസ്കാരം, ഒരു സിൻക്രറ്റിക് കൾച്ചർ എന്നൊരു പക്ഷെ നമുക്ക് പറയാൻ കഴിയും. പൂർണ്ണമായും ഉത്ഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ലാത്ത ഒന്ന് എന്ന വിശേഷണത്തോടു കൂടി മാത്രമേ ഒരുപക്ഷെ ഉത്ഗ്രഥിതം എന്ന വാക്ക് പോലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്ത്യ ഏത് രാഷ്ട്രത്തെയും പോലെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്, നിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാശയമാണ്. ഒരുപക്ഷെ ഒരു രാഷ്ട്രവും ആത്യന്തികമായി നിർമ്മിക്കപ്പെടുകയോ നിർവചിക്കപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞിട്ടില്ല താനും. കാരണം അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള ആകുലതകൾ, അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നിരന്തരമായി മാറി വരികയും അങ്ങനെ മാറി വരുന്ന ഭൂപടങ്ങളിലൂടെ ഒരു രാജ്യം അതിനെ തന്നെ നിർവചിക്കാനുള്ള പ്രയത്നങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുകയും ചെയ്യുന്നു. ഭൂപടം എന്നതുകൊണ്ട് ഞാനിവിടെ നിശ്ചയമായും ഉദ്ദേശിച്ചത് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ ഉള്ള ഭൂപടമല്ല. അത് നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഇന്ത്യ, ഈ അനേകം സംസ്കൃതികളുടെ ഒരു നാടായ ഇന്ത്യ എന്നാണ്. അപ്പോൾ പല ഇന്ത്യകൾ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. എല്ലാ കാലത്തും ദരിദ്രരുടെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു, ധനികരുടെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു, പീഡിതരായ ആളുകളുടെ, പല വിധത്തിലുള്ള ചൂഷണത്തിന് വിധേയരാക്കപ്പെട്ട ആളുകളുടെ ഇന്ത്യ ഉണ്ടായിരുന്നു, ചൂഷകരുടെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു.
ജാതിപരമായ വിവേചനത്തിന് വിധേയരാക്കപ്പെട്ട ആളുകളുടെ ഇന്ത്യ ഉണ്ടായിരുന്നു. ആ ജാത്യാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടി നിരന്തരമായി ശ്രമിക്കുകയും അതിൻ്റെ രാഷ്ട്രീയം രൂപപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ഇന്ത്യ ഉണ്ടായിരുന്നു. വിവാദങ്ങളെ ഭയന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. വിവാദങ്ങളെയും സംവാദങ്ങളെയും പ്രോത്സാഹിപ്പിച്ച ജനാധിപത്യപരമായ ഒരു ഇന്ത്യയും ഉണ്ടായിരുന്നു. നമ്മുടെ മുമ്പിൽ ഇന്ന് തിരഞ്ഞെടുക്കാൻ ഉള്ളത് ഈ വിവിധങ്ങളായ ഇന്ത്യകളാണ്. ഇതിൽ നിന്ന് ഏത് ഇന്ത്യയെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്? ഏത് ഇന്ത്യയെയാണ് നാം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രത്തിൻ്റെ പ്രാഗ്രൂപമായി സങ്കല്പിക്കുകയും നിർവചിക്കുകയും ചെയ്യേണ്ടത്? ഈ ചോദ്യമാണ് ഒരുപക്ഷെ ഇന്നത്തെ തലമുറ അഭിമുഖീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ചോദ്യങ്ങളിലൊന്ന് എന്ന് ഞാൻ കരുതുന്നു. സംവാദോന്മുഖമായ ഒരു ഇന്ത്യ നിലനിന്നിരുന്നു എന്ന് പറയുമ്പോൾ ചൂഷിതരുടേതായ ഒരു ഇന്ത്യ നിലനിന്നിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് വിഭിന്ന മതങ്ങളെയും ദർശനങ്ങളെയും ജീവിത സമീപനങ്ങളെയും സ്വാഗതം ചെയ്തിരുന്ന ഒരു ഇന്ത്യയും ഈ ഇന്ത്യക്കകത്ത് തന്നെ നിലനിന്നിരുന്നു എന്നാണ്. അത് വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന, ഇന്ത്യക്ക് പുറത്തു നിന്നും വരുന്ന ചിന്തകളെ സ്വാഗതം ചെയ്യുന്ന ഒരു ഇന്ത്യയായിരുന്നു. നിരന്തരമായി സംവാദ വിവാദങ്ങളിൽ ഏർപ്പെടുന്ന, ജനാധിപത്യത്തിൻ്റെ ആത്യന്തിക സത്ത വഹിച്ചിരുന്ന ഒരു ഇന്ത്യയായിരുന്നു. ആ തരത്തിലുള്ള ഒരു ഇന്ത്യ ആണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെയും പൊറുപ്പിക്കുക മാത്രമല്ല, ആ വൈവിധ്യങ്ങളാണ് ഇന്ത്യയുടെ ആത്യന്തികമായ സാംസ്കാരിക സമൃദ്ധിയുടെ ആധാരം എന്ന് ബോധ്യപ്പെട്ട ആ തരത്തിലുള്ളൊരു ജനതയ്ക്ക് മാത്രമേ ഒരുപക്ഷെ യഥാർത്ഥമായൊരു ജനാധിപത്യം ഇന്ത്യയിൽ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ഇതിൽ ഞാൻ പ്രധാനമായും പറഞ്ഞു വരുന്നത്, ഇന്ത്യയുടെ ഈ സംവാദ പാരമ്പര്യത്തെ വീണ്ടെടുക്കുക എന്നത് ഏകപക്ഷീയമായ ഒരു ഇന്ത്യയുടെ നിർമ്മാണത്തിൻ്റെ കാലത്ത് പ്രധാനമാണ് എന്നാണ്. ഇന്ത്യയിൽ വൈവിധ്യത്തെ സ്വാഗതം ചെയ്യുന്ന ഒരുപാട് ചിന്താധാരകൾ നിലനിന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒന്നും തന്നെ ഒന്നായിരുന്നിട്ടില്ല എന്നതാണ് വാസ്തവം. നാം എപ്പോഴും പറയും 6 ദർശനങ്ങളെക്കുറിച്ച്, ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പോലും 16,008 അതിൽ കൂടുതലോ ദൈവങ്ങളെക്കുറിച്ച് നാം പറയും. നാം അനേകം തരത്തിൽ ഉപനിഷത്തുകളെ കുറിച്ച് പറയുമ്പോൾ 8 തൊട്ട് 84 വരെ പല ആളുകൾ പല രീതിയിലാണെങ്കിൽ പോലും ഒരു ഉപനിഷത്തേ ഉള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ ദർശനങ്ങളായാലും കൃതികളായാലും ഇതിഹാസങ്ങളാണെങ്കിൽ അനേകം, രാമായണവും മഹാഭാരതവുമാണ് അധികം അറിയപ്പെടുന്ന ഇതിഹാസങ്ങളെങ്കിലും അറിയപ്പെടാത്ത ഒരുപാട് ഇതിഹാസങ്ങൾ വടക്ക് കിഴക്കൻ, നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലും എല്ലാം ഉണ്ട്. രാജസ്ഥാനിലെ ബാബുജി എന്ന് പറയുന്ന ഒരു ഇതിഹാസത്തെക്കുറിച്ച് നമുക്ക് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മല്ലേ മാതേശ്വര എന്ന കന്നഡയിലെ ഒരു ദളിത് ഇതിഹാസത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാം പലപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ നേതാക്കൾ ഈ ഇതിഹാസങ്ങളെ 2ആയി ചുരുക്കിയെങ്കിലും അനേകം പ്രാദേശിക ഇതിഹാസങ്ങളുടെ ഒരു നാടുകൂടിയാണ് ഇന്ത്യ. പലപ്പോഴും വാമൊഴിയായി നിലനിൽക്കുന്ന ഒട്ടേറെ ഇതിഹാസങ്ങൾ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരികയും നിലനിൽക്കുകയും ചെയ്ത ഒരു നാടുകൂടിയാണ് ഇന്ത്യ. അങ്ങനെ ഏത് കൃതിയെടുത്താലും ചിന്തയെടുത്താലും ദർശനത്തിൻ്റെ സ്വരൂപമെടുത്താലും ഒന്നിൽ മാത്രം നിർത്താനാകാത്ത ഒരു രാജ്യമായിരുന്നിട്ടുണ്ട് ഇന്ത്യ. അതൊരു രാജ്യമായത് എങ്ങനെയെന്ന കാര്യത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ നാം അറിയുന്ന ഇന്ത്യ, ഈ സ്വതന്ത്ര ഇന്ത്യയും അതിന് തൊട്ട് മുമ്പുള്ള, ചുരുങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലെങ്കിലുള്ള ഇന്ത്യയും അതിനു മുമ്പ് നിലനിന്നിരുന്ന പലപ്പോഴും ഇന്നത്തെ ഭൂപടത്തിൽ ഒതുങ്ങാത്ത രീതിയിലുള്ള ഇന്ത്യയും, ഈ ഇന്ത്യയിൽ ഒന്നും തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് മാത്രമായി നിലനിന്നിട്ടില്ല.
അനോഭദ്രാകൃതവോ എന്തു വിശ്വത എന്ന ഒരു പ്രശസ്തമായ വാക്യമുണ്ട്. വിശ്വം മുഴുവനിൽ നിന്നും ശുഭചിന്തകൾ നമ്മിലേക്ക് പ്രവഹിക്കട്ടെ. ഒരു പക്ഷേ നാം ഇന്ത്യയുടെ വേര് കണ്ടെത്തേണ്ടത് ഈ തരത്തിലുള്ള സമീപനങ്ങളിൽ നിന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പറഞ്ഞത് ഏതെങ്കിലും പ്രത്യേക മതത്തിലോ വിഭാഗത്തിലോ പെട്ടവർ ആയിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരിക്കെ തന്നെ അതിൻ്റെ ഉത്ഭവത്തെക്കാളേറെ അതിൻ്റെ പ്രസക്തമായ അർത്ഥം ഈ എങ്ങു നിന്നുമുള്ള ചിന്തകളെ സ്വാഗതം ചെയ്യുന്ന ഒരു മനസ്സുകൂടി ഈ ഇന്ത്യക്കകത്ത് ജാതിയിലും പലതരത്തിലുള്ള സങ്കുചിതമായ മതവിശ്വാസങ്ങളിലും ഒക്കെ കുടുങ്ങിക്കിടുന്ന ഇന്ത്യക്കകത്ത് നിലനിന്നിരുന്നു എന്നാണ്. ഇത്തരം വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് ഞാൻ ലജ്ജയോടുകൂടിയാണ്. വസുധൈവ കുടുംബകം എന്നൊക്കെയുള്ള വാക്കുകൾ പറയാൻ. കാരണം ഇത്തരത്തിലുള്ള പ്രസ്താവങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മുദ്രാവാക്യങ്ങളായി മാറിയ ഒരു കാലത്താണ് നാം. എങ്കിലും അവയുടെ മൂലാർത്ഥങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നത് ലോകത്തെ മുഴുവൻ കുടുംബമായി കാണുന്ന ഒരു ദർശന സമ്പ്രദായത്തിലേക്കാണ്. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നുമുള്ള നമ്മെ സഹായിക്കുന്ന, നമ്മുടെ ജീവിതത്തെ വളർത്തുന്ന, മനസ്സിനെ വളർത്തുന്ന ചിന്തകളെ സ്വാഗതം ചെയ്യുന്ന ഒരു ചിന്താ രീതിയിലേക്ക് ആണ്. ആസ്തികം, നാസ്തികം മുതലായ വാക്കുകൾ ധാരാളമായി പ്രയോഗിക്കപ്പെടുമ്പോഴും നമുക്കറിയാം നമ്മുടെ ദർശനങ്ങളിൽ, നമ്മുടെ ഷഡ്ദർശനങ്ങളിൽ 4 എണ്ണമെങ്കിലും നിരീശ്വര ദർശനങ്ങൾ ആണ്. അത് ബുദ്ധ, ജൈന, സാഖ്യ, ചാർവാക ദർശനങ്ങൾ. ഈ 4ഉം നാം ഇന്നറിയുന്ന അർത്ഥത്തിലുള്ള ഈശ്വര സങ്കല്പത്തെ അംഗീകരിക്കുന്ന ദർശനങ്ങൾ അല്ല തന്നെ. ഞാൻ പലതവണ ഋഗ്വേദം വായിച്ചിട്ടുള്ള, പരിഭാഷകളിലൂടെ വായിച്ചിട്ടുള്ള ഒരാളാണ്. ഉപനിഷത്തുകൾ ഒരു കാലം ധാരാളമായി വായിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഋഗ്വേദം വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഋഗ്വേദം ഒരിക്കലും ഒരു ഈശ്വരനുണ്ട് എന്ന് ഉറപ്പ് നൽകുന്നതേയില്ല. ഒന്നാമത് അതിനെ ഞാൻ എപ്പോഴും വായിച്ചിട്ടുള്ള ഒരു പാൻറ്റേയിസ്റ്റ് കൃതിയായിട്ടാണ്. പ്രകൃതി ആരാധനയുടെ ആദ്യകാലത്തുണ്ടായിരുന്ന മനുഷ്യരുടെ പ്രകൃതി ആരാധന. കാരണം അതിൽ ദൈവങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ജലവും അല്ലെങ്കിൽ അഗ്നിയും അതുപോലുള്ള, അല്ലെങ്കിൽ അവരുടെ മൂർത്തിമൽഭാവങ്ങളായ ആളുകളാണ്. ഇന്ദ്രനോ വരുണനോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ആത്യന്തികമായി പ്രകൃത്യാരാധകരായ മനുഷ്യരുടെ ഒരു വേദം എന്ന നിലയിലാണ് ഋഗ്വേദത്തെ ഞാൻ കാണുന്നത്. അതിൽ തന്നെ അതിലെ വളരെ പ്രശസ്തമായ ഒരു സൂക്തങ്ങളിൽ ഒന്ന് നാസദീയ സൂക്തം എന്നറിയപ്പെടുന്ന ഒന്നാണ്. ഈ നാസദീയ സൂക്തം ദൈവത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സൂക്തമാണ്. ഞാനതിൻ്റെ ഉദ്ധരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഏതാണ്ട് പറയുകയാണെങ്കിൽ അത് കുറെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്, ഉത്തരങ്ങൾ പറയുന്നതിനേക്കാളേറെ ചെയ്യുന്നത്. അത് ഏതാണ്ട് ഇങ്ങനെ പരിഭാഷപ്പെടുത്താൻ കഴിയും. ആർക്കറിയാം, ആർ അതിവിടെ പ്രഖ്യാപിക്കും, എന്ന് മുതലാണ് അത് ഉണ്ടായത്, സൃഷ്ടി എന്ന് ആരംഭിച്ചു, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ശേഷമാണ് ദൈവങ്ങൾ വന്നത്, അപ്പോൾ എന്ന് മുതലാണ് അതുണ്ടായതെന്ന് ആർക്കറിയാം, ഈ സൃഷ്ടി എവിടെ നിന്നുണ്ടായി, അത് സ്വയം ഉണ്ടായതാകാം, അല്ലെന്നും വരാം. ഇത് സാധാരണ നമ്മുടെ പാശ്ചാത്യ ഭാഷയിൽ പറഞ്ഞാൽ ഇത് സംശയവാദത്തിൻ്റെ, സ്കെപ്റ്റിസിസം എന്നോ അതിനേക്കാൾ വേറെ അഗ്നോസ്റ്റിസിസം എന്നോ പറയാവുന്ന ഒരു ചിന്താ സമീപനത്തിൻ്റെ ആവിഷ്കാരമാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപക്ഷെ എൻ്റെ രീതിയിൽ വായിച്ചതുകൊണ്ടാവാം, ഉപനിഷത്തുകൾ വായിക്കുമ്പോഴും അത് ബ്രഹ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ആത്യന്തിക ഭാഷയിലല്ല, മറിച്ച് ഒരുപക്ഷെ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും ആദിയിലുണ്ടായിരുന്ന ഒരു ഊർജത്തെക്കുറിച്ച് ആണ് എന്ന് വിശേഷിച്ചും ഈശാവാസ്യമോ കേനമോ ഒക്കെ വായിക്കുമ്പോഴൊക്കെ തോന്നാറുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിത് ഇങ്ങനെ ബന്ധിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ മനസ്സിൽ മുരളി കുട്ടി ഉള്ളത് കൊണ്ടാണ്. മുരളി ഇതിൻ്റെയൊക്കെ ഒരു വിമർശകനും കൂടിയായ വായനക്കാരൻ ആയിരുന്നു. അപ്പോൾ കേരളത്തില് പ്രശസ്തമായ ഒരു നിർവചനമുണ്ട്, ബ്രഹ്മത്തിന് നൽകുന്ന നിർവചനം. ന തത്ര ചക്ഷുർഗച്ഛതി ന വാഗ്ഗച്ഛതി ന മനഃ ന വാഗ്മോ ന വിദ്മോ ന വിജാനീമോ യഥൈ തദനു ശിഷ്യാത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ന തത്ര ചക്ഷുർഗച്ഛതി, കണ്ണുകൾ അങ്ങോട്ട് പോകുന്നില്ല, അതിനെ കാണാൻ കഴിയുകയില്ല.
വാഗച്ഛതി, വാക്കുകൾ അങ്ങോട്ട് പോകുന്നില്ല, വാക്കുകൾ കൊണ്ട് അതിനെ വിവരിക്കാനും കഴിയുകയില്ല. വിദ്മോ, അത് പഠിക്കാനാവില്ല, ആ വിദ്യ നേടാനാവില്ല.